എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ്, കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടന്റ് ക്യാൻസർ സർജനാണ്. ഇന്ന് അല്പം വ്യത്യസ്തമായ ക്യാൻസർ അല്ലാത്ത ഒരു വിഷയമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു റെഗുലറായി വീഡിയോ ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയുടെ കമന്റ് സെക്ഷനിലും കുറച്ച് ആൾക്കാരുണ്ട്. കപടവൈദ്യം, കപടശാസ്ത്രം പ്രചരിപ്പിക്കുന്നവരാണ്, പിന്നെ അവരുടെ ഫേക്ക് ഐഡികളാണ്. അവർ വന്നിട്ട് ഇങ്ങനെയാണ് എഴുതാറ്. അതായത് സ്ഥിരമായി മോഡേൺ മെഡിസിൻ കഴിക്കുന്നവർ, മോഡേൺ മെഡിസിൻ എന്ന് പറയുമ്പോൾ അവരുടെ ഭാഷയിൽ അലോപ്പതി അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്നൊക്കെ അവർ പറയും. അതല്ല, ശരിയായ രീതിയിൽ പറഞ്ഞാൽ മോഡേൺ മെഡിസിൻ കഴിക്കുന്നത് അപകടമാണ്. ആദ്യം നിങ്ങൾക്ക് കുറച്ച് രോഗശമനം കിട്ടും, പക്ഷേ കുറെ കഴിയുമ്പോൾ, അതായത് പ്രത്യേകിച്ച് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അതായത് BP, കൊളസ്ട്രോൾ തുടങ്ങിയവയ്ക്ക് മരുന്ന് അവർ തുടങ്ങും. ആദ്യം ഒരു മരുന്നിൽ തുടങ്ങും, പിന്നെ അത് പല മരുന്നുകളാണ്. അങ്ങനെ അവസാനം മരുന്നുകൾ കഴിച്ച് ഈ മരുന്നുകളുടെ എല്ലാം സൈഡ് ഇഫക്റ്റ് കൊണ്ട് നിങ്ങളുടെ കിഡ്നി തകർന്ന് ഇവർ നടത്തുന്ന ഡയാലിസിസ് സെന്ററിൽ തന്നെ നിങ്ങൾ എത്തും. കൂട്ടത്തിൽ ഒരു കമന്റും കൂടെ വരും. നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങളുടെ ചുറ്റും എത്ര പുതിയ പുതിയ ഹോസ്പിറ്റലുകളാണ്, പുതിയ പുതിയ ഡയാലിസിസ് സെന്ററുകളാണ് വരുന്നത്. നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലേ? ഡോക്ടർമാർ നിങ്ങളോട് ഈ രഹസ്യങ്ങളെല്ലാം മറച്ചു വയ്ക്കുക. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരൂ. ഞങ്ങൾ തരുന്ന സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ പൊടി, ചൂർണം ഒക്കെ കഴിക്കൂ. ഇതൊന്നും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാക്കില്ല. ഇതാണ് ഇവരുടെ ഒരു സാധാരണ രീതി. ഞാനിത് മൈൻഡ് ചെയ്യാറില്ല, കാരണം പോകുന്നവർ പോട്ടെ എന്ന്. എന്നാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ജോൺസൺ ജേക്കബ് എന്ന് പറഞ്ഞ 62 വയസ്സുകാരനാണ്. അദ്ദേഹം ഡയാലിസിസ് കൊണ്ടാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ 12 വയസ്സുള്ള കഥകൾ പറഞ്ഞ് എന്നെ ഈ രീതിയിലാക്കിയത് മോഡേൺ മെഡിസിൻ ആണ് എന്ന് പറഞ്ഞ് സ്ഥിരമായി കമന്റ് ഇടും. ഞാൻ ആദ്യം വിചാരിച്ചൊന്നും റെസ്പോണ്ട് ചെയ്യണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും നോക്കിയപ്പോൾ പല ആൾക്കാരും അതിന്റെ താഴെ സപ്പോർട്ടീവായിട്ട് കമന്റ് ഇടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കഥയാണ് നിങ്ങൾ ഇപ്പം സ്ക്രീനിൽ കണ്ടത്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 12 വയസ്സിൽ മരിച്ചു പോകേണ്ടിയിരുന്ന ആളാണ് ഈ 62-ാം വയസ്സിലും ഇപ്പോഴും ജീവിച്ചിരുന്ന് മോഡേൺ മെഡിസിനെ കുറിച്ച് കമന്റ് ഇടുന്നത്. പക്ഷേ അത് മോഡേൺ മെഡിസിന്റെ ചികിത്സ കൊണ്ട് മാത്രം നടന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ടാക്കും, മെഡിസിൻ നിർത്താനും ഒക്കെ പ്രേരണ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. ഈ ജോൺസന്റെ കഥയിൽ എന്താണെന്നുള്ളത് ഞാൻ അവസാനം പറയാം. ആദ്യം നമുക്ക് ഈ മോഡേൺ മെഡിസിൻ കഴിച്ചാൽ, പ്രത്യേകിച്ച് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ എന്നിവയ്ക്ക് ഒരു മരുന്നിൽ തുടങ്ങി അവസാനം പല മരുന്നുകളായി ഡയാലിസിസ് സെന്ററിൽ ചെല്ലുമോ, ഡോക്ടർമാർ നിങ്ങളിൽ നിന്ന് ഇതൊക്കെ മറച്ചു വെക്കുകയാണോ എന്നുള്ള കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇവിടെ കൊളസ്ട്രോളിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, കാരണം കൊളസ്ട്രോളിനെ കുറിച്ച് എന്താണ് കൊളസ്ട്രോളിന്റെ മരുന്നുകൾ എന്താണ്, അത് സ്ഥിരമായി കഴിച്ചാൽ എന്താണ് അപകടം, എന്താണ് ഗുണം എന്നുള്ളതിനെ കുറിച്ച് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൊളസ്ട്രോളിനെ കുറിച്ച് ഞാൻ ഇപ്രാവശ്യം ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പ്രധാനമായും ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനുമുള്ള മരുന്നുകളെ കുറിച്ചാണ്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മളുടെ ഇന്നത്തെ ഒരു ശരാശരി ആയുർദൈർഘ്യം എത്രയാണ്? നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയം ആലോചിച്ച് നോക്കുക. 1947. 1947 ഒരാൾ ജനിച്ചാൽ അയാളുടെ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി അഥവാ ശരാശരി ആയുർദൈർഘ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടിച്ച് 37 വയസ്സാണ്, അതായത് 40 താഴെയാണ്. എന്നാൽ അതിനുശേഷം മോഡേൺ മെഡിസിൻ വന്നു. മോഡേൺ മെഡിസിന്റെ വിവിധ ചികിത്സാ രീതികൾ അവലംബിക്കപ്പെട്ടു. വാക്സിനേഷൻ വന്നു. അങ്ങനെ ഇന്ന് നമ്മൾ ഈ 2026 നമ്മുടെ കേരളത്തിലെ ഒരാളുടെ ശരാശരി ആയുർദൈർഘ്യം, അതായത് ഇന്ന് ഒരാൾ ഉണ്ടായാൽ അയാൾക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ആവറേജ് 80 മുതൽ 82 വയസ്സ് വരെ ജീവിച്ചിരിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് 82 വയസ്സാണ്. ഇത് നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി മറ്റൊരു കാര്യം, ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ക്യാൻസർ തുടങ്ങിയവയെല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതായത് ബാഡ് ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ്. അപ്പം ഇത്തരം അസുഖങ്ങൾ കൂടുതലാകുന്നതും അതിന്റെ കോംപ്ലിക്കേഷൻസ്, അതിന്റെ സൈഡ് എഫക്ട്സ്, കിഡ്നിക്ക്, ഹാർട്ട്, ബ്രെയിന് ഡാമേജുകളൊക്കെ ഉണ്ടാകുന്നതും കുറേ കാലങ്ങൾ കൊണ്ടാണ്. അപ്പോൾ വയസ്സായ ആൾക്കാർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം അസുഖങ്ങളുടെ എണ്ണം കൂടും. ഇത്തരം കോംപ്ലിക്കേഷൻസിന്റെ എണ്ണം കൂടുന്നതും സ്വാഭാവികം മാത്രമാണ്. അതല്ലാതെ എന്തെങ്കിലും ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നതുകൊണ്ടോ ഒന്നും നടക്കുന്ന സംഭവമല്ല. ഇതൊരു നാച്ചുറൽ ഫിനോമിനൻ മാത്രമാണ്. ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 25 വർഷം മുമ്പ്, ഈവൻ കോട്ടയം സൈഡിൽ നിന്ന് എടുത്ത് നോക്കുക, ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ അന്ന് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കാരിത്താസിലേക്കായിരുന്നു എത്തുന്നത് ആ സമയത്ത്. കാരണം വേറൊരു ഡയാലിസിസ് സെന്റർ ഈ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊന്നുമില്ല. ആദ്യകാലത്ത് കേരളത്തിന്റെ ഒരു സ്ഥലത്തും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ 25 വർഷം മുമ്പത്തെ സ്ഥിതി ഇതായിരുന്നു. അതിനുശേഷമാണ് ഇന്ത്യയുടെ ഉദാര സമീപനങ്ങൾ കൊണ്ട് കൂടുതൽ ടെക്നോളജി നമ്മളിലേക്ക് തുറന്നു കിട്ടി. അങ്ങനെ പുതിയ പുതിയ വില കുറഞ്ഞ ഡയാലിസിസ് മെഷീനുകൾ, ആധുനിക ടെക്നോളജികളെല്ലാം
ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും ലഭ്യമായി തുടങ്ങി. അതിനോടൊപ്പം നടന്ന മറ്റൊരു കാര്യമാണ് നമ്മളുടെ ഡോക്ടർമാരുടെ ക്വാളിറ്റി കൂടിയത്. അതായത് അന്ന് നെഫ്രോളജിസ്റ്റ് വിരളിൽ എണ്ണാൻ 1-2 പേരെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്പർ ഓഫ് നെഫ്രോളജിസ്റ്റ്, അതായത് കിഡ്നി രോഗം പഠിച്ചവരുടെ എണ്ണം കൂടി. അതുപോലെ ഡയാലിസിസ് ചെയ്യാൻ അറിയാവുന്ന ടെക്നീഷ്യന്മാരുടെ എണ്ണം കൂടി. അത് വേറൊരു കാര്യം കൂടി ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് AV ഫിസ്റ്റുല എന്ന് പറഞ്ഞൊരു സംഭവം വേണ്ടി വരും. അതായത് ചെറിയ ഞരമ്പുകളെ തമ്മിൽ മൈക്രോവാസ്കുലറായിട്ട് അനാസ്റ്റമോസ് ചെയ്യുന്ന ഒരു പരിപാടി. അങ്ങനെ ഒരു സംവിധാനം ചെയ്യാൻ കഴിവുള്ള ഡോക്ടർമാർ ഇന്ന് ചെറിയ ടൗണുകളിൽ പോലും ലഭ്യമാണ്. പണ്ടൊക്കെ ഒരു AV ഫിസ്റ്റുല ഇടണമെങ്കിൽ നമ്മൾ കോട്ടയത്ത് നിന്നുള്ളവരൊക്കെ വെല്ലൂര് പോകണമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒന്നുകിൽ അവിടെ പോയി ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ അവര് മരിച്ച ഭിത്തിയിൽ പടമാകുക എന്നുള്ളതായിരുന്നു. അല്ലാതെ അവർക്ക് ഡയാലിസിസ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും, എന്തുകൊണ്ടാണ് ഡയാലിസിസ് സെന്ററുകൾ ഇന്ന് ചെറിയ ടൗണുകളിൽ പോലും അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ പോലും ഉള്ളത് എന്നും, അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും തന്നെ ഇത് പ്രാപ്യമായ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നു. കൂടുതൽ ആളുകൾ ഡയാലിസിസിന് വിധേയരാണ്. അല്പമെങ്കിലും കോൺസെൻസ് ഉള്ളവർക്ക് ഇതിന്റെ റീസൺ എന്താണ് എന്ന് മനസ്സിലായി കാണും. അതുകൊണ്ട് ഈ ഡയാലിസിസ് ചികിത്സാ സൗകര്യം നിങ്ങളുടെ അടുത്ത് ലഭ്യമാണ് എന്നുള്ളത് ഒരു ദുർനിമിത്തമല്ല, മറിച്ച് നിങ്ങളുടെ ബന്ധുക്കളെ ഭിത്തിയിലെ ഫോട്ടോയിലല്ലാതെ സ്വന്തം വീട്ടിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ അവർ കാണുവാനും ഉള്ള ശാസ്ത്രം നൽകിയ ഒരു അനുഗ്രഹം. ഇനി ഒരല്പം സയൻസ് പറയാം. നമ്മളെ ഡയബറ്റിസ്, അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചു നിൽക്കുക. എന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സുഹൃത്ത് പാപ്പച്ചൻ എന്ന് പറഞ്ഞൊരു ബിസിനസ്സുകാരനുണ്ട്, എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. പാപ്പച്ചൻ കാണുമ്പം പറയാറുണ്ട്, ഡോക്ടറെ, ഈ ഡയബറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാ അസുഖങ്ങളുടെയും അമ്മയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, നമ്മുടെ ചുറ്റും കണ്ടിട്ടില്ലേ, ഓരോന്ന് പുറകെ വന്നുള്ളൂ. പാപ്പച്ചൻ പറഞ്ഞത് ശരിയാണ്. ഈ ഡയബറ്റീസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പതിയെ നിങ്ങളുടെ എല്ലാ അവയവങ്ങളുടെയും കണ്ണുകളുടെ കാഴ്ച, ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി, എല്ലാത്തിനും പതിയെ ഓരോരോ അപകടങ്ങൾ ഇത് ഈ ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സംഭവിപ്പിക്കും. അതായത് ഇത് ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നും സംഭവിക്കില്ല. ഒരു 5 മുതൽ 20 വർഷം വരെ എടുക്കും ഇത് ക്ലിനിക്കലി, അതായത് എന്തെങ്കിലും രോഗലക്ഷണം ഉണ്ടാക്കാനായിട്ട്. അതുവരെ ഇതൊന്നും ഉണ്ടാവില്ല. ആ വിൻഡോ പീരീഡിലാണ് ഈ വ്യാജന്മാരും കപടവൈദ്യന്മാരും അവരുടെ പല ടെക്നോളജികളും ചെയ്ത് പെട്ടെന്ന് വിലയിക്കുന്നു, പെട്ടെന്ന് കൺട്രോൾ ചെയ്യുന്നു, എല്ലാം നന്നായി എന്നൊക്കെ പറഞ്ഞ് ഇവർ രക്ഷപ്പെടുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവസാനം ഇത് തിരിച്ച് ആളെ നിലത്ത് ഫ്ലാറ്റ് ആക്കുകയും ചെയ്യും. അത് പോട്ടെ. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ്, എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞു തരണമെന്നല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അപ്പൊ അതൊരു നീണ്ട സ്റ്റെപ്പാണ്, പറയാൻ സമയം അനുവദിക്കുന്നില്ല. നിങ്ങൾ ആ സ്ക്രീനിൽ നോക്കുക. ആദ്യം എന്താ ചെയ്യുക, ഈ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടിക്കുമ്പോഴത്തേക്ക് ഈ ഗ്ലോബുലാർ ഫിൽട്രേഷൻ, അതായത് ഇതിലെ പെട്ടെന്ന് ഫിൽട്ടർ ചെയ്യാനുള്ള ഫിൽറ്ററിന്റെ ആ ഫിൽട്രേഷൻ കൂടും. അപ്പൊ അതാണ് നമുക്ക് ഈ പോളിയൂറി, അതായത് പെട്ടെന്ന് കൂടുതൽ മൂത്രം വരുന്ന ഒരവസ്ഥ. അതങ്ങനെ കൂടി അങ്ങനെ ഫിൽറ്ററിന്റെ ഡാമേജ് വന്ന് ആൽബുമിൻ ലീക്ക് ചെയ്യണം. ആൽബുമിൻ ലീക്ക് ചെയ്ത് കുറെ കാലം അങ്ങനെ പോകും. അതിനുശേഷം ഈ ആൽബുമിനെല്ലാം കൂടെ അവിടെ കിടന്ന് ഇൻഫ്ലമേഷൻ, അതായത് നീര് വെക്കും. ആ നീര് വെച്ച് അതിങ്ങനെ സൈക്കിളായിട്ട്, അറിയാലോ, നീര് വെച്ച് കുറച്ച് കഴിയുമ്പോൾ അവിടെ സ്കാറായി അവസാനം കിഡ്നി ചുരുങ്ങി കൺട്രാക്റ്റഡ് ആയിട്ട് അവസാനം എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ്, അതായത് കിഡ്നി പ്രവർത്തനരഹിതമായി തീരും. ഇതാണ് ഡയബറ്റിസ് കൺട്രോൾ ആയില്ലെങ്കിൽ സംഭവിക്കുക. പക്ഷെ ഇത് ഓവർ എ പീരീഡ് ഓഫ് 20 വർഷം കൊണ്ടായിരിക്കും സംഭവിക്കുക എന്ന് മാത്രം. പക്ഷേ ചില ആൾക്കാരിൽ ഇത് 5 വർഷം കൊണ്ട് സംഭവിക്കും. അതുകൊണ്ടാണ് യങ്സ്റ്റേഴ്സിൽ ചില ആൾക്കാരൊക്കെ ഇപ്പോഴും നമ്മൾ കാണാറുണ്ട്, നിങ്ങൾ എല്ലാവരും പറയാറുണ്ട്, ഇപ്പോഴും യങ് ആൾക്കാർ ഡയാലിസിസ് ചെയ്യുന്നത്. കാരണം ഈ 5 വർഷം കൊണ്ട് സംഭവിക്കാം, ഇത് സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാത്ത ചിലരും. ഇതേപോലെ തന്നെയാണ് BP അഥവാ BP എന്ന് പറഞ്ഞാൽ നോർമലാണ്, രക്താതിസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനിൽ സംഭവിക്കുന്നത്. അതും ഉയർന്ന രക്തസമ്മർദ്ദവും ഒരു സൈലന്റ് കില്ലറാണ്. 10, 20, 25 വർഷത്തേക്ക് നിങ്ങൾക്ക് യാതൊരു സിംറ്റവും ഉണ്ടാകില്ല. പതിയെ അത് നിങ്ങളുടെ രക്തക്കുഴലുകൾ, ഹൃദയം, അതുപോലെ തന്നെ കിഡ്നിയിലെ രക്തക്കുഴലുകളൊക്കെ നശിപ്പിച്ച് പതിയെ നിങ്ങളുടെ കിഡ്നിയും ഹൃദയവും ഒക്കെ ഡാമേജ് ആക്കുകയാണ് ചെയ്യാറ്. അപ്പം ഇതും ഒരു സൈലന്റ് കില്ലറാണ്. ഇത് ഇത്രയും വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഇവർ പറയുന്നത് കേട്ട് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ 1-2 വർഷം ഒന്നും സംഭവിക്കില്ല. നമ്മൾ ആർക്കും ഒന്നും സംഭവിക്കില്ല മരുന്ന് നിർത്തിയാലും. പക്ഷേ ഇവരെല്ലാവരും ഈ പറഞ്ഞതുപോലെ 80 വയസ്സെത്താനോ അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററിൽ പോകാനോ ഒന്നും ഉണ്ടാവില്ല. അതിനു മുമ്പ് തന്നെ വഴിയിൽ കുഴഞ്ഞു വീണ് മരിക്കുകയോ അല്ലെങ്കിൽ പക്ഷാഘാതം വന്ന് കിടക്കുകയോ അല്ലെങ്കിൽ വയ്യാതായി അവരുടെ ജോലി ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് വീട്ടിലെ ഒരു കിടപ്പ് രോഗിയായി മാറുകയോ ആണ് സാധാരണ സംഭവിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ ഗുണം, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ നമ്മുടെ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി ഈ 80 എന്നുള്ളത് മാറി വല്ല 50, 55 ഒക്കെ നിൽക്കും. അപ്പൊ അതോടുകൂടി എല്ലാവരും തീരും. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള ഡയാലിസിസ് സെന്ററുകളോ അല്ലെങ്കിൽ ചികിത്സാ രീതികളുടെ ആവശ്യമോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം.
ഇതുപോലെ നിശബ്ദമായി നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന അസുഖങ്ങളെ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ജീവിതം നോർമലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് മോഡേൺ മെഡിസിൻ വിവിധ മരുന്നുകൾ നിർദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്കുള്ള ഡയബറ്റീസ്, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം തന്നെ ബാഡ് ജീവിതശൈലി കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പം ഇത്തരം രോഗങ്ങളുടെ ആണിക്കല്ല്, ചികിത്സയുടെ ആണിക്കല്ല് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതശൈലിയിലും നിങ്ങളുടെ ഭക്ഷണത്തിലും വരുന്ന മാറ്റങ്ങളാണ്. അതിനുശേഷം മാത്രമാണ് മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ വരുന്നത്. ഇനി അടുത്ത ഭാഗം, ഈ മരുന്നുകൾ നിങ്ങളുടെ കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കുന്നവയാണോ? അതായത് ഈ പറഞ്ഞ മരുന്നുകൾ, ഒരു കാര്യം കൃത്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന വിവിധ ചാർട്ടുകളാണ്. ഈ ഇപ്പൊ കാണുന്ന എല്ലാം മരുന്നിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ്, എങ്ങനെയാണ് ഈ മരുന്ന് പ്രവർത്തിക്കുന്നത്. പക്ഷെ അതിന്റെ സൈഡിൽ കാണുന്നത് എങ്ങനെയാണ് കിഡ്നി പ്രൊട്ടക്ട്, ഇത്ര അസുഖമൊക്കെ ഉള്ള ആൾക്കാരുടെ കിഡ്നി ഡാമേജ് ആവാതെ ഈ മരുന്നുകൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് കിഡ്നിക്ക് ഡാമേജ് അല്ല, കിഡ്നിയുടെ ഡാമേജിനെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ് നിങ്ങൾക്ക് ഡയബറ്റിസ് കൺട്രോളിന് വേണ്ടി തന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചാർട്ട് നോക്കുക. ഇവിടെ ഈ കാണുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ പരിചയമുള്ള മരുന്നുകൾ, മറ്റേ അവരുടെ മെക്കാനിസം ആയതുകൊണ്ട് എല്ലാ മരുന്നുകളും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇപ്പൊ നിങ്ങൾ പലരും കഴിക്കുന്ന മരുന്നുകളുടെ പേരുകളാണ് നിങ്ങൾ കാണുന്നത്. ഈ മരുന്നുകളെല്ലാം വിവിധ രീതിയിൽ ഡയബറ്റിസ് ഉള്ള, ഹൈപ്പർ ടെൻഷൻ ഉള്ളവരുടെ കിഡ്നിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഇതൊന്നും നിങ്ങളുടെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഇത്തരം മരുന്നുകളെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ കിഡ്നി ഡാമേജ് കഴിയുന്നത്ര ഒഴിവാക്കി നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി മുമ്പോട്ട് സേഫായി കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇതിനോടൊപ്പം പറയേണ്ട 2 മരുന്നുകളുണ്ട്. ധാരാളം പഴിയേക്കുന്ന 2 മരുന്നുകളാണ്. അതായത് നിങ്ങളെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ് എല്ലാ വീഡിയോയുടെ കീഴെന്ന് പറയുന്നത്, അതായത് ഇൻസുലിനും മെറ്റ്ഫോർമിനും. ഈ ഇൻസുലിനും മെറ്റ്ഫോർമിനും ഞാനിപ്പോൾ നേരത്തെ കാണിച്ചത് പറഞ്ഞതുപോലെ നേരിട്ട് കിഡ്നി പ്രൊട്ടക്ഷൻ തരുന്ന മരുന്നുകളല്ല. പക്ഷെ അവ എന്താണ് ചെയ്യുന്നത്? ഡയബറ്റിസിനെ സ്ട്രിക്റ്റ് ആയി കൺട്രോൾ ചെയ്യുക. ഡയബറ്റീസ് സ്ട്രിക്റ്റ് ആയി കൺട്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കിഡ്നി പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പൊ അതും ഈ ഇൻസുലിനും മെറ്റ്ഫോർമിനും ഇൻഡയറക്റ്റ് ആയി കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മരുന്നുകളാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രേ എനിക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചുള്ളൂ. അതായത് ഡയബറ്റിസിന് നിങ്ങൾക്ക് തരുന്ന മരുന്നുകൾ എല്ലാം തന്നെ കിഡ്നി പ്രൊട്ടക്റ്റിംഗ് മരുന്നുകളാണ്. അല്ലാതെ കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു മരുന്നും ഒരു ഡോക്ടറും ഡയബറ്റിസിന് നൽകുന്നില്ല. ഇത്രയും പറയുമ്പോൾ വീണ്ടും ചോദ്യം വരാം, അപ്പം മോഡേൺ മെഡിസിനിൽ ഒരു മരുന്നും കിഡ്നിക്ക് യാതൊരുവിധ രീതിയിലും അപകടം ഉണ്ടാക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ സംസാരിച്ചത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ മരുന്നുകളെ കുറിച്ചാണ്. ഇതല്ലാതെ ചില മരുന്നുകൾക്ക് ചില രീതിയിലുള്ള നെഫ്രോടോക്സിക് സൈഡ് എഫക്ട്സ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്. അതിന്റെ ഒരു ലിസ്റ്റാണ് ഞാനിപ്പം നിങ്ങളെ സ്ക്രീനിൽ കാണിക്കുന്നത്. ഇത് ഓപ്പണായി പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എല്ലാ ഡോക്ടർമാരും ഇത് പഠിച്ചതിന് ശേഷമാണ് ഒരു മരുന്ന് എഴുതുന്നത്. നെഫ്രോടോക്സിക് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നതിന്റെ അർത്ഥം ഈ മരുന്ന് കഴിച്ചാൽ ഉടനെ നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയാലിസിസ് വേണ്ടി വരും, അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു മരുന്ന് കഴിച്ചുകൊണ്ട് 50 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് കിഡ്നി ഡാമേജ് വരും എന്നല്ല. ഇതിനെല്ലാം ചില തരം സ്പെസിഫിക് അവസരങ്ങളിൽ, അല്ലെങ്കിൽ ഇത് വെറുതെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ വഴിയിൽ നിന്നും ഓവർ ദ കൗണ്ടർ വാങ്ങിച്ച് കഴിക്കുക, അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വളരെ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരിക എന്നുള്ള അവസരങ്ങളിലാണ് ഈ ഇത്തരം മരുന്നുകൾക്ക് പ്രശ്നമുണ്ടാകുക. അപ്പം അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ കാണിച്ചിരിക്കുന്ന പെയിൻ കില്ലറാണ് പറഞ്ഞത്. ആ പെയിൻ കില്ലർ ഡോക്ടർ എഴുതുമ്പോൾ ഡോക്ടർക്ക് അറിയാം എത്ര നാളത്തേക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര നാൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഇത് മിണ്ടാതെയും പറയാതെയും ഇടയ്ക്കിടയ്ക്ക് വാങ്ങി കഴിക്കുന്നവരാണ് അപകടത്തിൽ ചാടുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് ഇമ്മ്യൂണോ സപ്രസന്റ് ആണ്. ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആൾക്ക് ഇമ്മ്യൂണോ സപ്രഷൻ കൊടുത്തെങ്കിൽ മാത്രമേ അത് കിഡ്നി നിലനിൽക്കുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഇത് കഴിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് നോക്കുന്നത്? ഒരു റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ, അതായത് ഇത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, മരുന്ന് കഴിച്ചാൽ എന്താണ് ഗുണം, ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വെയ് ചെയ്തിട്ട് ഡോക്ടറാണ് ഡിസൈഡ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡോക്ടർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു, അത് ഇങ്ങനൊരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന കാര്യം മറച്ചു വെച്ചു എന്നൊരു സംഭവമില്ല. കാരണം നിങ്ങളുടെ ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്, ഏത് മരുന്നിന് എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ട്. രണ്ടാമത് ഈവൻ ഈ മരുന്നിന്റെ ക്യാപ്സ്യൂളിന്റെ കവറിൽ പോലും ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിനകത്തെ കോംപ്ലിക്കേഷൻ. അപ്പൊ നിങ്ങൾ പറയും ഞങ്ങൾ ഇതൊന്നും വായിച്ചിട്ടല്ലോ ഇതെല്ലാം കഴിക്കുന്നതെന്ന്. പക്ഷേ അത് വെറും മുട്ടുന്യായം മാത്രമാണ്. കാരണം ഇത് ഒളിച്ചു വെച്ചു എന്ന് പറഞ്ഞതിനുള്ള ആൻസറാണ് ഞാനിത് പബ്ലിക്കാണ് എന്ന് പറയാൻ മാത്രമുള്ള കാര്യം. നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ച് ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കി അതിന്റെ റിസ്ക്കും ബെനിഫിറ്റും നോക്കി ആണ് ആ ഡോക്ടർ അത് മരുന്ന് നിങ്ങൾക്ക് എഴുതുന്നത്. അല്ല നിങ്ങളെ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല ഇവരാരും മരുന്ന് എഴുതുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും വിശദീകരിച്ച് പറയാനുണ്ടായ കാര്യം. ഇനി നമ്മുടെ ജോൺസൺ ജേക്കബിന്റെ ആർഗ്യുമെന്റിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ കഥയിൽ അദ്ദേഹത്തിന് 12-ാം വയസ്സിൽ ജോയിന്റ് പെയിൻ ഉണ്ടായി. അപ്പോൾ ആസ്പിരിൻ കഴിച്ചു, ശരീരത്ത് റാഷ് ഉണ്ടായി. അതിനുശേഷം
പെനിഡിവർ എന്ന് പറഞ്ഞാൽ പെൻസിലിൻ ഇഞ്ചക്ഷനാണ്, ദീർഘകാലം എടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് ആ സമയത്ത് രക്ഷപ്പെട്ടതെന്നാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം കൃത്യമായും നമുക്ക് അസ്യൂം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ്പിരിൻ എന്ന് പറഞ്ഞ ഒരു മരുന്നിന് നെഫ്രോടോക്സിക് എഫക്റ്റ് ഇല്ല. ഒരു മരുന്ന് കഴിച്ച് അത് ആസ്പിരിൻ കൊണ്ട് കിഡ്നി അടിച്ചു പോയില്ല. പിന്നെ ഈ സ്കിൻ റാഷ് ഉണ്ടാകുകയും ആസ്പിരിൻ കഴിക്കുകയും ദീർഘകാലം പെനിഡിവർ ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്യേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധകാലത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് റുമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞ അസുഖമാണ് ഉണ്ടായത്. അപ്പൊ ആ റുമാറ്റിക് ഫീവർ അന്ന് പെനിഡിവർ ഇഞ്ചക്ഷൻ കൊടുത്ത് ചികിത്സിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അദ്ദേഹം അന്ന് തന്നെ പടമായനെ, അല്ലെങ്കിൽ ഹൃദയത്തിന് സാരമായ തകരാറ് സംഭവിച്ചേനെ. അപ്പൊ ആ ഫേസിൽ തന്നെ അദ്ദേഹം അവിടെ നിന്ന് തന്നെ അദ്ദേഹം രക്ഷപ്പെട്ടത് മോഡേൺ മെഡിസിന്റെ ആ കഴിവ് കൊണ്ട് മാത്രമാണ്. അതിനുശേഷം വീണ്ടും മുമ്പോട്ട് പോകുന്നു. 24-ാം വയസ്സിൽ അദ്ദേഹത്തിന് റീനൽ ഫെയിലിയർ വരുന്നു. അത് അദ്ദേഹം ഈ പോസ്റ്റ് ഹോക്ക് ഫാലസിയാണ്. അന്ന് ആസ്പിരിൻ കഴിച്ചു, അതുകൊണ്ട് എനിക്കിപ്പോൾ കിഡ്നി പോയി. ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. 24-ാം വയസ്സിൽ കിഡ്നി പോകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അല്ലെങ്കിൽ നെഫ്രൈറ്റിസ് പോലെയുള്ള സംഭവങ്ങളാണ് സംഭവിക്കുക. അതുപോലെ തന്നെ പുള്ളിയുടെ റാഷും ഇതോട് വെച്ച് നോക്കുമ്പോൾ ഇനോക്സോളൻ പർപ്യൂറ പോലെ എന്തെങ്കിലും ആവാനും സാധ്യത ഞാൻ തെളിഞ്ഞു കാണുന്നുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് നമുക്കറിയില്ല. അതുപോലെ തന്നെ 24-ാം വയസ്സിൽ കിഡ്നി ഫെയിലിയർ ആയാൽ ഏത് ചികിത്സ കൊണ്ടാണ് അദ്ദേഹം 62 വയസ്സ് വരെ ജീവിച്ചിരിക്കുക? മോഡേൺ മെഡിസിൻ അല്ലാതെ. മോഡേൺ മെഡിസിന്റെ കണ്ടുപിടുത്തങ്ങളും അതിന്റെ ഗുണം കൊണ്ടാണ് 24-ാം വയസ്സിൽ വന്ന് 29-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെച്ച് അദ്ദേഹം വീണ്ടും 30 വർഷം ആരോഗ്യവാനായി ജീവിച്ചത്. അതിനിടയിൽ അദ്ദേഹത്തിന്റെ ഇമ്മ്യൂണോ സപ്രഷന്റെ ഭാഗമായി അദ്ദേഹത്തിന് ചില സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടായി എന്ന വാസ്തവമാണ്. അല്ലെങ്കിൽ അദ്ദേഹം 29-ാം വയസ്സിൽ തന്നെ പടമായി മാറിയത്. അതിനുശേഷം 30 വർഷം മോഡേൺ മെഡിസിന്റെ സഹായത്തോടുകൂടി ആനന്ദകരമായ ജീവിതം ജീവിച്ചതിന് ശേഷം കിഡ്നി ഫെയിലർ ഉണ്ടാവുന്നു. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിന് ജീവിച്ചിരിപ്പുണ്ട് ഡയാലിസിസിന്റെ സഹായത്തോടെ. ഇതെല്ലാം മോഡേൺ മെഡിസിന്റെ സഹായം കൊണ്ടാണ്, മോഡേൺ മെഡിസിന്റെ അറിവ് കൊണ്ടാണ്. ഇതെല്ലാം സ്വീകരിച്ച ശേഷം ആ കഴിവ് ഉപയോഗിച്ച് എന്തിനാണ് ഈ മോഡേൺ മെഡിസിനെ ചീത്ത വിളിക്കുന്നത്? ഇതാണ് എനിക്ക് അദ്ദേഹത്തോട് അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക്കിനോട് ചോദിക്കാനുള്ളത്. അതായത് നിങ്ങളുടെ അറിവില്ലായ്മയാണോ, അതോ അറിവില്ല ഞാനിത് അറിഞ്ഞാലും ഞാൻ ചീത്ത വിളിക്കും, അതാണ് എൻ്റെ ഒരു സ്റ്റൈൽ എന്നുള്ള നിങ്ങളുടെ ആ മുട്ടായുക്തിയാണ്? എന്താണ് ഇതിന് പിന്നിൽ? അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളുടെ മോഡേൺ മെഡിസിന്റെ ഇൻവെൻഷൻസും മറ്റു കാര്യങ്ങൾ കൊണ്ട് നമ്മളുടെ ആയുർദൈർഘ്യം കൂടി, കൂടുതൽ ആയുസ്സുള്ള നമ്മൾ ഇന്ന് കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നു. കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നു, മറ്റ് അസുഖങ്ങൾ കൂടുന്നു. അതനുസരിച്ചുള്ള അസുഖത്തിന്റെ കോംപ്ലിക്കേഷൻസ് നമ്മുടെ സമൂഹത്തിൽ പ്രത്യക്ഷമാകുന്നു. അതുപോലെ തന്നെ ആധുനിക വൈദ്യം അത്തരം കോംപ്ലിക്കേഷനെ ചികിത്സിക്കാനായിട്ട് വിവിധ തരം സങ്കേതങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. അത് ഉപയോഗിച്ച് നാം ആരോഗ്യവാന്മാരായി ജീവിക്കുന്നു. അങ്ങനെയുള്ള ചികിത്സ നമുക്ക് നമ്മളുടെ ഗ്രാമങ്ങളിൽ പോലും ഇന്ന് ലഭ്യമാകും. അത് ഒരിക്കലും കപടവൈദ്യന്മാർ പറയുന്നത് പോലെ മോഡേൺ മെഡിസിന്റെ പരാജയമല്ല, വിജയമാണ്. ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർപ്പിക്കുന്നു: നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. താങ്ക് യു.